ഹലോ ഗൈസ്, ഇന്നലെ ന്യൂസിലാൻഡ് യു എ മാച്ച് അടിപൊളി മാച്ചായിരുന്നു കേട്ടോ. അടിപൊളി കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ന്യൂസിലാൻഡിൻ്റെ ഓപ്പണേഴ്സ് രണ്ടുപേരും വിക്കറ്റ് പോകാണ്ട് നല്ല അടിപൊളി കളി കളിച്ചു. യു എ 20 ഓവറിൽ 173 അവർ നല്ല കളി കാഴ്ചവെച്ചത്. അപ്പം കഴിഞ്ഞ ഒരു ലോകകപ്പിലാണെന്ന് തോന്നുന്നു ന്യൂസിലാൻഡിനെ യു എ അട്ടിമറിച്ചായിരുന്നു. അതുപോലെ പോകുമെന്ന് ഓർത്തു, പക്ഷേ അതൊന്നും നടന്നില്ല. 15.2 ഓവറിൽ ന്യൂസിലാൻഡ് ഒറ്റ വിക്കറ്റും പോകാണ്ട് കളി വിജയിച്ചു. ഇവരുടെ ഷറഫും അതുപോലെ മുഹമ്മദ് വസീം എന്ന് പറഞ്ഞ പ്ലെയറുമാണ് നന്നായിട്ട് കളിച്ചത്. അതിൽ മുഹമ്മദ് വസീം നല്ല സൂപ്പർ കളിയായിരുന്നു കളിച്ചത്. അതാണ് ഇത്ര സ്കോറിലേക്ക് വന്നത്. ന്യൂസിലാൻഡിൻ്റെ റെക്കോർഡ് പാർട്ണർഷിപ്പാണത്. 175 ഇപ്പോൾ T20 വേൾഡ് കപ്പിലെ ഓപ്പണിംഗ് റെക്കോർഡാണത്. ഇതിനു മുമ്പ് അലക്സ് സെയിൽസും ജോസ് ബട്ട്ലറും ആയിരുന്നു 170. ആ റെക്കോർഡാണ് ഇവർ വേൾഡ് കപ്പിൽ തകർത്തത് ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ. ന്യൂസിലാൻഡ് ഈ വിജയം എന്തായാലും നല്ലൊരു ബൂസ്റ്റിംഗ് ആയിരിക്കും കളിയിൽ. അടുത്ത കളി മുതൽ അവർ ഓപ്പണിങ്ങിൽ ആരെങ്കിലും ഒരാൾക്കായ അവർക്ക് 200 സിമ്പിളായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അടിപൊളി കളിയായിരുന്നു. രണ്ട് ടീമും നന്നായിട്ട് കളിച്ചു. പക്ഷേ ന്യൂസിലാൻഡിൻ്റെ ഇതിൽ വന്നപ്പോഴത്തേക്കും ബാറ്റിംഗ് പിച്ച് പോലെ ആയിപ്പോയി കളി. പവർ പ്ലേ തന്നെ അവരെല്ലാം സ്കോർ വന്നായിരുന്നു. ന്യൂസിലാൻഡ് ഡെവൺ കോവയുടെ മാറ്റി ഫിന്നാലെ കൊണ്ടുവന്നത് നല്ലൊരു എഫേർട്ട് തന്നെയാണ്. ഫിന്നാലിനും സീഫോർട്ടും ആകുമ്പോൾ രണ്ടും ഒരു അറ്റാക്കിംഗ് പ്ലേയേഴ്സാണ്. ന്യൂസിലാൻഡ് ഇനി അടുത്ത കളി വരുമ്പോൾ ഒരു കളിയും കൂടി ജയിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇതിലേക്കുള്ള സൂപ്പർ 8ലേക്ക് കടക്കാൻ പറ്റും. ന്യൂസിലാൻഡ് എന്തായാലും നല്ലൊരു ടീമാണ്. നല്ല പേസ് ബോളിങ്ങും ഉണ്ട്, അതുപോലെ നല്ല ബാറ്റിങ്ങും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇതില്ല. മിഡിലിൽ കളിക്കാൻ ഗ്ലെൻ ഫിലിപ്സ് ഉണ്ട്. ഇന്നലെ വിക്കറ്റൊന്നും പോകാത്തതുകൊണ്ട് നമുക്ക് അവരുടെ കളിയൊന്നും കാണാൻ പറ്റിയില്ല. ന്യൂസിലാൻഡ് 10 വിക്കറ്റിനാണ് ജയിച്ചത്. 28 ബോൾ ലെഫ്റ്റായിരുന്നു. എന്തായാലും ഇതൊരു നല്ല കളിയായിരുന്നു. നമുക്ക് അടുത്ത റിവ്യൂവുമായി കാണാം. അതുവരെ ബൈ.